നമസ്കാരം. വോട്ടൻ ടോക്കിലേക്ക് സ്വാഗതം. ഫേസ്ബുക്കിലൂടെ അപമാനിക്കപ്പെട്ടതിനെ തുടർന്ന് കൊച്ചി ചിറ്റൂരിൽ വീട്ടമ്മ ആത്മഹത്യ ചെയ്തു. മൊബൈൽ ഫോണിലും ഫേസ്ബുക്കിലും മോശമായി ചിത്രീകരിച്ചതിൽ മനം നൊന്താണ് ആത്മഹത്യയെന്ന് ബന്ധുക്കൾ പറഞ്ഞു. പോലീസിൽ പരാതി നൽകിയെങ്കിലും അന്വേഷിച്ചില്ലെന്നും ആരോപണം ഉയരുന്നുണ്ട്. നവമാധ്യമങ്ങൾ വ്യക്തിഹത്യാവേദിയാകുന്നു എന്നാണ് വോട്ടൻ ടോക്കിന്ന് ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും ചർച്ചയിൽ പങ്കെടുക്കാം. വിളിക്കേണ്ട നമ്പർ 0484170708. ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇന്ത്യ വിഷന്റെ വെബ്സൈറ്റിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ചർച്ചയിൽ IT നിരീക്ഷകൻ VK ആദർശ് കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്നും തത്സമയം ചേരുന്നു. റിട്ടയർഡ് DIG കുഞ്ഞു മൊയ്തീൻ കുട്ടി കൂടി ചേരുകയാണ് കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നും. ദിവ്യ വനിതാ പ്രവർത്തക മലപ്പുറം സ്റ്റുഡിയോയിൽ. ആദ്യം ശ്രീ VK ആദർശ്, ഫേസ്ബുക്കിലൂടെയുള്ള അപമാനം സഹിക്കവയ്യാതെയാണ് ചിറ്റൂരിൽ ഈ യുവതി ആത്മഹത്യ ചെയ്തത്. ബന്ധുക്കൾ പലതവണ പോലീസിൽ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാകാത്തതും ഇതിന് ഒരു പ്രേരണയായി. മുംബൈയിൽ കഴിഞ്ഞ ആഴ്ച ഇതുപോലെയുള്ള ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. നവമാധ്യമങ്ങൾ ഈ രീതിയിൽ വ്യക്തിഹത്യയ്ക്കുള്ള വേദിയാവുകയാണോ? ആ രീതിയിൽ ഇവ ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്? ഇത് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം തർക്കമറ്റ വസ്തുതയാണ്. കാരണം നമ്മൾ ഇതുമാത്രമല്ല, ഒട്ടനവധി കേസുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ദുരുപയോഗം ചെയ്യുന്നത്. ഇത് പലപ്പോഴും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു മാധ്യമം എന്ന നിലയിൽ ഇപ്പോൾ പരമ്പരാഗത മാധ്യമം, അത് ടെലിവിഷൻ ആകട്ടെ, റേഡിയോ ആകട്ടെ, അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളാകട്ടെ, ഇതിനൊക്കെ ഒരു തരം സാമൂഹിക ഉത്തരവാദിത്വമുണ്ട്. കാരണം തങ്ങൾ എഴുതുന്ന വാർത്ത ശരിയായിരിക്കണമെന്നും തങ്ങൾ മറ്റു പലരോടും ഇതിനൊക്കെ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണെന്നുള്ളൊരു ബോധം അവരെ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനകത്ത് തെറ്റ് വരുന്നില്ല എന്നല്ല, പക്ഷെ മിക്കവാറുള്ള കേസിലൊക്കെ ഇത്തരം ഒരു തിരുത്തൽ പ്രക്രിയ ഒരു വാർത്തയിൽ പലവരും സംഭവിക്കും. അതുകൊണ്ടാണ് നമുക്ക് അത്രമേൽ തെറ്റില്ലാത്ത ഒരു വാർത്ത അല്ലെ വാർത്തയുടെ സംഭവങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ സോഷ്യൽ മീഡിയ പലപ്പോഴും സംഭവിക്കുന്നത് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ തന്നെയാണ് പലപ്പോഴും ഷെയർ ചെയ്യപ്പെടുന്നത്, പലപ്പോഴും ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. അന്യൻ എന്ത് ആണ് പരിക്ക് പറ്റുന്നതെന്ന് പോലും ആലോചിക്കാതെ ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട്. അത് അവരെ ചിലപ്പോൾ അതിനകത്തൊരു മെന്റൽ പാർട്ട് ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം അവർ പോലും അറിയുന്നുണ്ടാവത്തില്ല ഇത് വ്യാജ വാർത്തയാണോ, തെറ്റാണോ, അല്ലെങ്കിൽ അവഹേളിക്കുന്നതാണോ എന്നൊക്കെ. പക്ഷെ മറ്റൊരു കൂട്ടരുണ്ട്, അവരാണ് ഇപ്പൊ ഈ വാർത്തയ്ക്ക് ആസ്പദമായ സംഭവം മനഃപൂർവ്വം തന്നെ ഒരാളിനെ തേജോവധം ചെയ്യാനായി സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ SMS വഴിയോ ഇത്തരത്തിൽ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി ഈ ഒരു വലിയ തോതിൽ ഒരു തെറ്റായ വിവരങ്ങളുടെയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പുറം ലോകത്തേക്ക് കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള സ്വകാര്യതയൊക്കെ ലംഘിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളും വീഡിയോയൊക്കെ അപ്ലോഡ് ചെയ്ത് രസിക്കുന്ന ഒരു കൂട്ടരുണ്ടാവാം. അവർ ഇതിനകത്ത് മറ്റൊരു തരത്തിലുള്ള ആനന്ദവും കണ്ടെത്തും. ഇങ്ങനെയൊക്കെ ആനന്ദം കണ്ടെത്തുമ്പോഴാണ് ഈ അപകടത്തിലേക്ക് എത്തുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊക്കെ വ്യക്തിഹത്യയുടെ അല്ലെങ്കിൽ അപവാദ പ്രചരണത്തിന്റെ അല്ലെങ്കിൽ പ്രൈവസി, സ്വകാര്യത ലംഘിക്കുന്ന ഒക്കെ പരിധിയിൽ വരും. ഇതൊക്കെ കുറ്റം തന്നെയാണ്. ഇതിനൊക്കെ ശിക്ഷ കിട്ടേണ്ട സംഭവങ്ങൾ തന്നെയാണ്. കാരണം ഈ നമ്മൾ അച്ചടി മാധ്യമങ്ങളെ അപേക്ഷിച്ച് സോഷ്യൽ മാധ്യമങ്ങൾക്കുള്ള ഒരു പ്രശ്നവും അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതിസന്ധിയും എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത് അതിന്റെ ഒരു വൈറൽ സ്വഭാവമാണ്. കിട്ടിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോർവേഡ് ചെയ്ത് ഇത് ബഹുശതം ആൾക്കാരിലേക്ക് വളരെ കുറഞ്ഞ സമയത്ത്. ഞാൻ തിരിച്ചു വരാം. റിട്ടയർഡ് DIG കുഞ്ഞു മൊയ്തീൻ കുട്ടി കൂടി ചേരുകയാണ് കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നും. ശ്രീ കുഞ്ഞു മൊയ്തീൻ കുട്ടി, ഈ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ സൈബർ സെൽ എന്ന പ്രത്യേക സംവിധാനം പോലും പ്രവർത്തിക്കുന്ന ഒരു നാട്ടിലാണ്. പരാതി നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു പരിഹാരവും ഉണ്ടായില്ല. മാത്രവുമല്ല, അന്വേഷണ സംവിധാനത്തിൽ നിന്ന് പോലും തിരിച്ചടികൾ നേരിടുകയും ചെയ്തപ്പോൾ ഒരു യുവതിക്ക് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. നമ്മളുടെ അന്വേഷണ സംവിധാനങ്ങളുടെ പ്രവർത്തനം ഇപ്പോഴും ശരിയായ ദിശയിൽ അല്ല എന്ന് വേണമോ ഇങ്ങനത്തെയുള്ള സംഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? ഈ ഒരൊറ്റപ്പെട്ട സംഭവം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പ്രഥമമായിട്ട് ഇതിനകത്ത് അറിയേണ്ടത്, ഈ കേസുമായിട്ട് ഇത് സൂയിസൈഡ് ആണെങ്കിൽ സൂയിസൈഡ് നോട്ട് വേണം. വീട്ടമ്മ തന്നെ എന്നെ ഇങ്ങനെ അവമാനിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നത്, ഞാൻ ജീവിതം മടുത്തു, എനിക്ക് യാതൊരു നിവൃത്തിയില്ല, ഇതുപോലെ അവമാനം സഹിച്ചിട്ട് ഇനി ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്ന രീതിയിൽ ഒരു സൂയിസൈഡ് നോട്ടുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമാണ് ഇതിനകത്ത് സംഭവിച്ചത്, ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജ് ആയതേ ഉള്ളൂ. എന്തുണ്ട്, നമ്മുടെ സൈബർ സെല്ലിനകത്ത് പരാതി കൊടുത്തു എന്ന് പറയുന്നു. ആ സൈബർ സെല്ലിനായിട്ട് ബന്ധപ്പെടാനോ ഉള്ള ഒരു അവസരം നമുക്കിനിയുമുണ്ട്. ഏതായാലും ഈ സോഷ്യൽ മീഡിയയിൽ ഇന്നിപ്പോൾ കോമ്പറ്റീറ്റീവാണ്. എത്ര
ചാനലുകളുണ്ടോ, എത്ര മീഡിയ ഉണ്ടോ, അവരെല്ലാം ഏതെങ്കിലും രീതിയിൽ ഒരു പടക്കം പൊട്ടിച്ച് ജനശ്രദ്ധ ആകർഷിക്കുക, കൂടുതൽ റേറ്റിംഗ് കിട്ടുക എന്നുള്ളൊരു സ്ഥിതിവിശേഷത്തിലേക്ക് താഴ്ന്നു പോയില്ലേ മീഡിയ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു കാര്യത്തിൽ ഞാനിപ്പോൾ പോലീസിനെയോ അല്ലെങ്കിൽ സൈബർ സെല്ലിനെയോ ഉപയോഗിച്ചിട്ടില്ല എന്ന് അല്ലെങ്കിൽ അപമാനിച്ചെന്നോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരാമർശം ഈ ആത്മഹത്യ ചെയ്ത വീട്ടമ്മയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വളരെ വസ്തുനിഷ്ഠമായി പോലീസ് അന്വേഷിക്കാൻ, അതിൽ കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നതിന് വൈമുഖ്യം കാണിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ തിരിച്ചു വരാം. ശ്രീമതി ദിവ്യ, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിൽ സജീവമായിരിക്കുകയും അംഗമായിരിക്കുകയും അതുവഴി ആശയ സംവാദനം നടത്തുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഇപ്പോൾ അതിലൂടെ തന്നെ ഉണ്ടായ ഒരു തിരിച്ചടി നേരിടാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ ഒരു മാധ്യമം ഉപയോഗിക്കുന്ന അത്രമേൽ പുരോഗമന ചിന്താഗതിയുള്ള ഒരു സ്ത്രീക്ക് പോലും അതിലൂടെയുള്ള അപമാനങ്ങൾ അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഏത് സംവിധാനത്തിലെ പാളിച്ചയാണത്? രേണുക, എനിക്ക് ആദ്യം പറയാനുള്ളത് ഈ വ്യക്തിഹത്യ ചെയ്യുക എന്നുള്ളത്, പ്രത്യേകിച്ച് സ്ത്രീകളെ വ്യക്തിഹത്യ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഈ നവമാധ്യമങ്ങൾ, ഈ ഫേസ്ബുക്ക് പോലെയുള്ള മാധ്യമങ്ങൾ വന്നതിന് ശേഷം ഉണ്ടായ ഒരു കാര്യമല്ല. ഇത് പണ്ട് മുതലേ ഉള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അവള് ശരിയല്ല, കുറച്ച് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവരെ പറ്റി അപവാദം പറഞ്ഞു പരത്തുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പൊതു സ്വഭാവമായിരുന്നു, പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു സ്വഭാവമായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് അത് നാട്ടിൻ പുറങ്ങളിൽ 10ഓ 20ഓ ആളുകളുടെ ഒരു സംഘത്തിനകത്ത് ഒതുങ്ങി നിന്നിരുന്ന കാര്യങ്ങൾ ഇന്ന് 10 പേർ അറിഞ്ഞിരുന്ന കാര്യങ്ങൾ ഇന്ന് ഒറ്റയടിക്ക് 10,000 പേർ അറിയുന്ന ഒരു സാമൂഹ്യ തലത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ എത്തിക്കാൻ ഈ സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകൾക്ക് പറ്റിയെന്നുള്ളതേ ഉള്ളൂ. സ്ത്രീകൾക്ക് നേരെയുള്ള ഈ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഇത്തരം ആക്രമണങ്ങൾ ഇത് പണ്ട് നിലനിന്നിരുന്നതാണ്. അതിന് നമ്മൾ സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളെ കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. മാത്രമല്ല, ഈ സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടാക്കി തരുന്ന ഒരുപാട് സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാം. ശ്രീമതി ദിവ്യ, ആ രീതിയിലുള്ള സാധ്യതകളിലേക്ക് പോകും മുമ്പ് ഇവിടെ ഭർത്താവിനോടുള്ള വൈരാഗ്യം മൂലമാണ് അദ്ദേഹത്തിന്റെ ഭാര്യയെ കേന്ദ്രീകരിച്ച് ഒരു വ്യക്തി ഈ രീതിയിലുള്ള ആരോപണങ്ങൾ ഫേസ്ബുക്കിലൂടെ ഉന്നയിക്കുകയും അത് അവരെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യുന്നത്. ഭർത്താവിന്റെ പൂർണ്ണ പിന്തുണ ഉള്ളപ്പോൾ പോലും അവർക്ക് സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. ഫേസ്ബുക്കിലൂടെയും മറ്റും ഇത് വായിക്കുകയും അറിയുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഭർത്താവിന്റെ പിന്തുണ ഉണ്ടായിട്ട് പോലും ആ രീതിയിൽ ഒരു സ്ത്രീക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് ഇപ്പോഴും നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതികളിലുള്ള പോരായ്മകൾ കൊണ്ടാണോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും. കാരണം ഞാൻ ഈ വാർത്തയിലൂടെ ഒന്ന് കടന്നുപോയി. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഒരു ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല അവർ ആത്മഹത്യ ചെയ്തത്. അവർക്ക് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിട്ടുള്ള വളരെ അപമാനകരമായിട്ടുള്ള അനുഭവം അത് പറയുന്നുണ്ട്. പോലീസുകാർ അവരെ വളരെ മോശമായ രീതിയിൽ ചോദ്യം ചെയ്തു, അവരോട് വളരെ മോശമായ രീതിയിൽ പെരുമാറി എന്നുള്ളത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്ത് നടപടി വന്നു എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ഇവർ ആത്മഹത്യ ചെയ്തത് ഈ ഫേസ്ബുക്കിൽ ഇത്തരം വാർത്തകൾ വന്നതുകൊണ്ടാണോ അതെയോ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യം ചെയ്യൽ വളരെ രൂക്ഷമാവുകയും അവരെ മാനസികമായി പീഡിപ്പിക്കുന്ന തലത്തിലേക്ക് മാറിയത് കൊണ്ടാണോ എന്നുള്ളതും നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. സാമൂഹികമായിട്ടുള്ളൊരു കാര്യങ്ങളിലേക്ക് കടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്കും ശരിക്കും ഒരു പ്രതിരോധ കുത്തിവയ്പ്പ് ശരിക്കും മാനസികമായിട്ട് കൊടുക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം അങ്ങേറ്റം മലിനീകരിക്കപ്പെട്ട ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത് ഇന്ന് പെൺകുട്ടികൾ. അപ്പൊ അത്തരം സമൂഹത്തിൽ ജീവിക്കാൻ എന്തൊക്കെ മാനസികമായിട്ട് ഒരു പ്രതിരോധ ശേഷി എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കേണ്ടതുണ്ട്. ആ ഒരു പ്രതിരോധ ശേഷി ഇന്ന് ഇല്ലാതെ പോകുന്നു. അങ്ങനെ ഇല്ലാതെ പോകുന്നതിന്റെ ഫലമായിട്ടാണ് ഇത്തരം ആത്മഹത്യകൾ ഉണ്ടാകുന്നത്. നെവർ മൈൻഡ് എന്നുള്ളൊരു മനോഭാവം പല കാര്യത്തിലും നമ്മുടെ പെൺകുട്ടികൾക്ക് കാണിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ അടുത്തിറങ്ങിയ നമ്മുടെ ദൃശ്യം എന്ന് പറഞ്ഞൊരു സിനിമയില് ഒരു പെൺകുട്ടി ആ കാര്യങ്ങളിലേക്ക് നമുക്ക് വിശദമായി പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഞാൻ വി കെ ആദർശ്, നമുക്കറിയാം സുനന്ദ പുഷ്കറിന്റെ മരണം, അതിൽ അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ എങ്കിൽ പോലും അതിന് തൊട്ടു മുൻപുണ്ടായ ദിവസങ്ങളിൽ ട്വിറ്ററിലൂടെ വന്ന വിവാദങ്ങൾ, മെസ്സേജ് അയച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അത് വലിയ കോലാഹലങ്ങൾ തന്നെ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചിരുന്നു. ഏത് മീഡിയത്തിൽ അല്ലെങ്കിൽ ഏത് തലത്തിൽ നിൽക്കുന്ന ആളുകളായാൽ പോലും ആ വിവാദങ്ങൾ അല്ലെങ്കിൽ ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിനുപയോഗിക്കണം എന്നതിനെക്കുറിച്ച് ഒരു ബോധം അവർക്കൊന്നുമില്ല. അതൊക്കെ തന്നെ പല രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ?
ഒന്ന് ഈ നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഇടങ്ങളിൽ ഒരു സ്ത്രീകൾക്കെതിരെയുള്ള അപവാദ പ്രചരണം അല്ലെങ്കിൽ മോശമാക്കൽ എന്ന് പറയുന്നത് താരതമ്യേന കൂടുതലാണ് അതിലിരിക്കുന്ന പുരുഷന്മാരുടെ എണ്ണം വെച്ച് നോക്കാൻ നേരത്തെ, അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള അവഹേളനം വെച്ച് നോക്കാൻ നേരത്തെ. നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തിന്റെ ഒരു വ്യക്തമായ പരിച്ഛേദം തന്നെയാണ് സോഷ്യൽ നെറ്റ്വർക്കിൽ ഇരിക്കുന്നത്. അതിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെയും കാണാമെന്നുള്ള ഒന്ന്. രണ്ടാമത്തെ കാര്യം, സോഷ്യൽ നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇപ്പൊ ഇവിടുത്തെ ഇന്നത്തെ സംഭവത്തിന്റെ വിഷയം ഒരുപക്ഷെ ശരിയാവണ്ണം പോലീസ് അന്വേഷിക്കാത്തതാവാം, അല്ലെങ്കിൽ നാട്ടിലെ മറ്റു പല രീതിയിലുള്ള മാനസിക അവഹേളനത്തെയും തുടർന്ന് അതിലൊന്നാണ് ഫേസ്ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാവുന്നേ ഉള്ളൂ, നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ ഉപരിയായി ഇത്തരത്തിലെ പല സംഭവങ്ങളും നാട്ടിൽ പലതും നടക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ നമുക്ക് എത്ര കേസുകൾ നമ്മൾ കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ കണ്ടതാണ്. ഫോട്ടോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ആക്ഷേപിക്കുക, അല്ലെങ്കിൽ ഫോട്ടോ അവ്യക്തമായ രീതിയിലൊക്കെ മോർഫ് ചെയ്ത് ആൾക്കാരെ ആക്ഷേപിക്കുക. ഇത്തരത്തിലെ പ്രശ്നങ്ങളിൽ എത്ര പുരുഷന്മാർ ചെന്ന് പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെന്ന് പെട്ടിട്ടുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഈ നേരത്തെ ദിവ്യ പറയുന്ന ആംഗിൾ, ആ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് ഇതിന്റെ ഒരു അപകട സാധ്യത മനസ്സിലാവും. കാരണം ഇത്തരം ഒരു മെയിൽ ഡൊമിനേറ്റിംഗ് സൊസൈറ്റി ആണെങ്കിൽ അതിനേക്കാൾ വലിയ മെയിൽ ഡൊമിനേറ്റിംഗ് സൊസൈറ്റി ആണെന്ന് തോന്നുന്നു സൈബർ ഇടങ്ങൾ. കാരണം ഇതിനകത്ത് ഇത് കുറയാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് കൂട്ടത്തോടെ സ്ത്രീകൾ വന്ന് ഇത്തരം സൈബർ ഇടങ്ങളിൽ ഇടപെടുക, എൻഗേജ് ചെയ്യുക, അതിനകത്ത് വർത്തമാനം പറയുക, ആ ഇടം പിടിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ ഒന്ന് നടത്താം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ അപവാദ പ്രചരണം. നേരത്തെ സുനന്ദ പുഷ്കറിന്റെ കേസിലായാലും, സുനന്ദ പുഷ്കറിന്റെ കേസും ഇതുമായി അത്രമേൽ താരതമ്യം ചെയ്യാൻ പറ്റുമോ എന്നറിയത്തില്ല, എന്നാൽ പോലും അവിടെയും ഒരു അവഹേളനം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നടക്കുന്നുണ്ടെന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷെ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗിൽ നമ്മൾ എഴുതുന്ന എന്തായാലും അതിന്റെ ഉത്തരവാദിത്തം, നമ്മൾ എഴുതുന്നതായാലും ഫോർവേഡ് ചെയ്യുന്നതായാലും ഷെയർ ചെയ്യുന്നതായാലും ഒക്കെ അതിന്റെ കണ്ടന്റിന്റെ ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. കാരണം ഞാൻ തിരിച്ചു വരാം. സുകുമാരൻ എന്ന ഒരു പ്രേക്ഷകൻ ബാംഗ്ലൂരിൽ നിന്നും പറഞ്ഞുകൊള്ളൂ. സുകുമാരൻ, ഞാൻ നിങ്ങളുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നു. ഹലോ, പറഞ്ഞോളൂ, അഭിപ്രായം പറഞ്ഞു. ഞാൻ പറയുന്നത് ഈ ഇന്നത്തെ വിഷയം വളരെ ഉപകാരമുള്ള വിഷയമാണ്. ഇതിനെ ഞാൻ 3 തരത്തിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഒന്നാമതായിട്ട്, നമ്മളൊരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ അതിൽ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യേണ്ടാത്ത കാര്യങ്ങളും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വിഷയത്തിൽ നമ്മൾ 3 തരത്തിലാണ് അതിനെ കാണേണ്ടത്. ഒന്നാമത്, നമ്മളൊരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യേണ്ടാത്ത കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന പോലെ തന്നെ ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയയിലേക്ക് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇതിൽ വരുന്ന വരായവകളെ പറ്റിയിട്ടും അതിലത്തെ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്ത കാര്യങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കണം. ഒരു ബോധവൽക്കരണം അക്കാര്യത്തിൽ ആവശ്യമാണ്. വളരെ നന്ദി സുകുമാരൻ, വിളിച്ചതിനും അഭിപ്രായം രേഖപ്പെടുത്തിയതിനും. വോട്ടൻ ടോക്കിൽ ഒരു ഇടവേള. വോട്ടൻ ടോക്കിലേക്ക് വീണ്ടും സ്വാഗതം. ശ്രീ കുഞ്ഞു മൊയ്തീൻകുട്ടി, നേരത്തെ കുറച്ച് നാൾ മുൻപ് ഒരു വാർത്ത കണ്ടതാണ്. കൊട്ടേഷൻ സംഘങ്ങൾക്കും ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ, കാരണം അവരും ആ രീതിയിൽ ആ മാധ്യമം ഉപയോഗിക്കുന്നു എന്ന്. നമ്മളുടെ സാങ്കേതിക വിദ്യ വളരുന്നതനുസരിച്ച് ആ മാധ്യമങ്ങൾ ക്രിമിനലുകളും ഉപയോഗിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ അന്വേഷണ സംവിധാനത്തിൽ വേണ്ട രീതിയിലുള്ള മാറ്റങ്ങളും നൂതന ആശയങ്ങൾ ഉൾക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളും കൊണ്ടുവരുന്നുണ്ടോ? അങ്ങനെ കൊണ്ടുവരുന്നതിൽ വീഴ്ചകൾ സംഭവിക്കുന്നതാണോ ഈ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം? രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിന് അതും ഒരു കാരണമാകാം. പക്ഷെ ഒരു കാര്യമുള്ളത്, ഈ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതിന് നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് സ്കൂൾ പഠിക്കുമ്പോൾ ഉള്ള ആ ചിട്ടവട്ടങ്ങളെല്ലാം മനസ്സിലാക്കി വേണം ഇത് ഉപയോഗിക്കാൻ പഠിപ്പിക്കേണ്ടത് എന്നുള്ള അതിനൊന്നും ഇപ്പം യാതൊരു സംവിധാനവും ഇല്ല. അതിനൊന്നും മെനക്കെടാനും ആളുകൾക്ക് സമയമില്ല. എത്രയും വേഗം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക, അതിനകത്ത് ആളുകളെ കൂട്ടുക അതിനകത്ത് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൈകാര്യം ചെയ്യാനുള്ള യാതൊരു സംവിധാനവും നിലവിലില്ല. പക്ഷേ ഇതുപോലെ വരുമ്പോൾ ഈ കൊട്ടേഷൻ സംഘക്കാർ ഇത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്, അവർക്ക് കൊട്ടേഷൻ സംഘം എന്ന് പറയുന്ന ഒരു വർഗത്തിനെ നാം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരെ സെഗ്രിഗേറ്റ് ചെയ്ത് വേണം ഇത് നടക്കാനായിട്ട്. കൊട്ടേഷൻ സംഘം ഉണ്ടെന്ന് അവർ പിടിക്കപ്പെടുന്നു. അതിൽ കുറേ ആളുകൾ മാഫിയയിൽ പോകുന്നു, കുറേ ആളുകൾ മറ്റൊരു വിശേഷ പേരിൽ അറിയപ്പെടുന്നു. ഇവരെയൊക്കെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? കൊട്ടേഷൻ സംഘത്തിലുള്ളവരെ ആദ്യം തന്നെ നമ്മൾ അവരുടെ പേരിൽ ഒരു ഹിസ്റ്ററി ഷീറ്റ് തുടങ്ങി അതിനകത്ത് അവർക്ക് ഫേസ്ബുക്ക് ഉപയോഗിക്കാനുള്ള സംവിധാനം നിഷേധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു നടപടിക്രമം കണ്ടുപിടിക്കാൻ സാങ്കേതികമായി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. ഈ കൊട്ടേഷൻ സംഘക്കാർ
ആരാണ് കൊട്ടേഷൻ സംഘക്കാർ എന്ന് നാട്ടുകാർക്കറിയാമെങ്കിലും അതിന് ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള റെക്കോർഡിങ് അല്ലെങ്കിൽ ഒരു റൗഡി ഹിസ്റ്ററി ഷീറ്റ് പോലെയുള്ള ഒരു ഹിസ്റ്ററി ഷീറ്റ് പോലീസ് സ്റ്റേഷനുകളിലും സൈബർ സെല്ലിലും സൂക്ഷിക്കാതെ ഈ പറഞ്ഞ രീതിയിലുള്ള ഇടപെടലിന് സാധ്യത വളരെ കുറവാണ്. കൊട്ടേഷൻ ആദ്യം ഇപ്പം ചോദിച്ചത് കൊട്ടേഷൻ സംഘം ഉള്ള ആളുകൾ ഇത് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യമായതുകൊണ്ടാണ് കൊട്ടേഷൻ സംഘത്തിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉത്തരം പറയുന്നത്. കൊട്ടേഷൻ സംഘമല്ലാതെ എല്ലാ ക്രിമിനൽസിനെയും വാച്ച് ചെയ്യാനും എല്ലാ ക്രിമിനൽസിനെയും അവരുടെ ആക്ടിവിറ്റീസിനെ കുറിച്ചുമൊക്കെ ഒരു ഷാഡോ പോലീസ് പോലെയുള്ള സംവിധാനത്തിൽ ഇതൊക്കെ ചെയ്യാമെന്നാണ്. പക്ഷേ ഈ പറഞ്ഞ ആധുനിക സാങ്കേതിക വിദ്യ പോക്കറ്റിലിട്ടുകൊണ്ട് മൊബൈലിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് ഇത് ഒരു മഹാസമുദ്രമാണ്. ആ സമുദ്രത്തിൽ നിന്നൊരു കണിക പോലും നമുക്ക് കൈകാര്യം ചെയ്യാൻ ഒക്കുന്നില്ല. പക്ഷേ കിട്ടുന്ന ആളുകളെ ക്രിമിനൽ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ കർക്കശമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട്, നിയമപരമായി കൈകാര്യം ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉപയോഗിക്കണം. ദുരുപയോഗം ചെയ്യുന്നവരുടെ ആ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കി എല്ലാ കാര്യം. പക്ഷേ അതൊക്കെ വളരെ പ്രാക്ടിക്കലായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പോലീസിനെ സംബന്ധിച്ച്. ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നു. അത് തന്നെയാണ് ഞാൻ തിരിച്ചു വരാം. ശ്രീമതി ദിവ്യ, നമുക്കറിയാം മൈസ്പേസും ഓർക്കിട്ടും ഒക്കെ കഴിഞ്ഞ് ഫേസ്ബുക്കിൻ്റെ പോലും കാലം കഴിഞ്ഞിരിക്കുന്നു. അതിലും പുതിയ മാധ്യമങ്ങൾ തേടി ജനങ്ങൾ പായുകയാണ്, ആളുകൾ പോവുകയാണ് എന്ന് നമുക്കറിയാം. ആ ഒരു കാലഘട്ടത്തിൽ പോലും ദിവ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൃശ്യം എന്ന് പറഞ്ഞ ഒരു സിനിമ വന്നു. അതിൽ ഒരു പെൺകുട്ടിയുടെ ഒരു ചിത്രം അത് മറ്റൊരാൾ എടുത്തതിനെ തുടർന്ന് ആ കുടുംബം അതിലും വലിയ ഒരു ക്രൈം ചെയ്യുന്നു എന്ന് വരുത്തുന്ന രീതിയിൽ വലിയ ആരോപണങ്ങൾ പോലും ഇപ്പോൾ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കുന്നു എന്ന രീതിയിൽ വലിയ ആരോപണങ്ങൾ ആ ചിത്രത്തിനെതിരെയും ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മളുടെ സാങ്കേതിക വിദ്യ എത്രത്തോളം വികസിച്ചാലും നമ്മളുടെ ചിന്താഗതികളിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. അത് തന്നെയാണ് ഒരു വലിയ പ്രശ്നമായി നിലനിൽക്കുന്നത്. ചോദ്യം എന്നോടാണോ? അതെ. ഹലോ. അതെ. ഹലോ ദിവ്യ, കേൾക്കാമോ? ദിവ്യ കേൾക്കാമോ? ചില സാങ്കേതിക പ്രശ്നങ്ങൾ, ഞാൻ തിരിച്ചു വരാം. ശ്രീ വി കെ ആദർശ്, മൈസ്പേസ് ഒക്കെ ഔട്ട്ഡേറ്റഡായി, ഓർക്കിഡും ഒക്കെ ഔട്ട്ഡേറ്റഡായി, ഫേസ്ബുക്കിൻ്റെയും കാലം വിദൂരമല്ല. അതിനേക്കാൾ വലിയ അപ്ഡേഷനിലേക്ക് ആളുകൾ പോകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ രീതിയിലാണ് അതിൻ്റെ സർവേകൾ വരുന്നത്. ആളുകൾ ഈ വലിയ രീതിയിൽ ഈ മാധ്യമം ഉപയോഗിക്കുന്നു തങ്ങളുടെ ആശയ പ്രചരണത്തിനായി. ചിലർ അതിനെ മത ജാതി യുമായി ബന്ധപ്പെട്ട അവരുടെ ആശയങ്ങൾക്കായി ഉപയോഗിക്കുന്നു, സ്ത്രീകൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അങ്ങനെ വിവിധ രീതിയിലാണ് ആളുകൾ ഇത് ഉപയോഗിക്കുന്നത്. യാതൊരു നിരീക്ഷണവും ഈ കാര്യത്തിൽ ഏർപ്പെടുത്താൻ സംവിധാനങ്ങൾക്ക് കഴിയുകയുമില്ല. എത്ര വലിയ ഒരു ആപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ചോദ്യത്തിന് രണ്ടു രീതിയിൽ സമീപിക്കുക. അതിന് മുന്നേ ഡ്രൈവിംഗ് പഠിക്കുന്നത് പോലെ സോഷ്യൽ നെറ്റ്വർക്കിങ്ങിനെ പഠിപ്പിച്ചതിന് ശേഷം ഇറങ്ങാന്ന് പറയുന്നത്, നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചതുപോലെ പഠിച്ചിട്ടാണോ നിങ്ങൾ ബാലരമ വായിച്ചു തുടങ്ങിയത്, ബാലഭൂമി വായിച്ചു തുടങ്ങിയത്, മാതൃഭൂമി മനോരമയും വായിച്ചു തുടങ്ങിയത്? അല്ലല്ലോ. ഇതൊരു മാധ്യമമാണ്. ഇത് ഇങ്ങനെ പഠിപ്പിച്ചിട്ട് ഈ രീതിയിൽ ചിട്ടവട്ടങ്ങളിലൂടെ തന്നെ വായിച്ചു പോകണമെന്നൊക്കെ പറയുന്ന ആ മാധ്യമത്തെ മനസ്സിലാക്കാതെയുള്ള മറുപടിയാണ്. ഇത്തരം മാധ്യമത്തിനെ മനസ്സിലാക്കാതെ അതാത് മാധ്യമത്തിനെ സമീപിക്കുന്നതാണ് ഈ അപകടത്തിന്റെ യഥാർത്ഥ വിത്തുകൾ ഒളിഞ്ഞിരിക്കുന്ന കേസ്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കേസിൽ ഈ മാധ്യമങ്ങൾ മാറുന്നുണ്ട്. അച്ചടി മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, റേഡിയോ മാധ്യമങ്ങൾ, അല്ലെങ്കിൽ സൈബർ മാധ്യമം. നാളെ ഓർക്കിട്ട് പോയി ഫേസ്ബുക്ക് പോയി ഓർക്കിട്ട് പോയി മൈസ്പേസ് വന്നാലും, അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നത് എന്തായാൽ തന്നെയും ഇത്തരത്തിലൊരു ഒരു വലിയ തുറസിലേക്കാണ് മനുഷ്യൻ വലിച്ചെറിയപ്പെടുന്നത്. അല്ലെങ്കിൽ മനുഷ്യൻ നിരന്തരം പുതുക്കപ്പെടുന്നത്. നിരന്തരം വായിച്ചായാലും അറിഞ്ഞായാലും കൊണ്ടും കൊടുത്തും ഒക്കെ വളരുന്ന ഇത്തരം വലിയൊരു ഭൂമികയിലാണ്. ആ ഭൂമികയെ ഒരു അപകടത്തിന്റെ അവസ്ഥയിൽ കാണേണ്ട ആവശ്യമില്ല. മറിച്ച് ഇത് വലിയൊരു ജനാധിപത്യത്തിന്റെ സ്പേസ് ഉണ്ടാക്കി തരുന്നുണ്ട്. നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ, നിങ്ങൾക്ക് ഇടപെടാൻ. ശ്രീ വി കെ ആദർശ്, അങ്ങനെ ഒരു ജനാധിപത്യത്തിന്റെ സ്പേസ് ഉണ്ടാക്കി തരുമ്പോൾ പോലും ഇന്നുണ്ടായതാണ് ഇന്ത്യ വിഷന്റെ പേരിൽ നസ്രിയക്കെതിരെ, സിനിമ താരം നസ്രിയക്കെതിരെ ഒരു വ്യാജ വാർത്ത ഒരാൾ പ്രചരിപ്പിക്കുന്നു. അതിന് വളരെയധികം പേർ അത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അതിലെ വസ്തുത എന്താണ് എന്ന ഒരു ക്രോസ് ചെക്കിങ്ങും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ആ വാർത്ത കണ്ടെത്തുകയും അത് തിരുത്തി അത് വേറെ പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ ഏത് പ്രശസ്തർക്കെതിരെയും ആർക്കെതിരെയും എന്ത് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. അതൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആളുകളെ കിട്ടും. ആ രീതിയിൽ ആ ആശയങ്ങൾ ഈ രീതിയിൽ സ്പ്രെഡ് ചെയ്യപ്പെടുന്നത് എത്ര വലിയ ആപത്തായിരിക്കും ഉണ്ടാക്കുക?
ഇതിന് ഇന്റർനെറ്റ് പൂർവ്വ കാലഘട്ടത്തിൽ, അത് ഒരു പക്ഷേ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും വരുന്ന കാലഘട്ടത്തിന് മുന്നേ നമുക്ക് തന്നെ അറിയാം, അടിയന്തരാവസ്ഥയ്ക്കും അതിന് മുന്നേ ഉള്ള കാലഘട്ടത്തിലൊക്കെ ഈ രാജ്യത്ത് നിലവിലുന്ന ചെറുകിട പ്രസ് പോലും പോലീസും അല്ലെങ്കിൽ സർക്കാരിന്റെ സിൽബന്ദികളും റെയ്ഡ് ചെയ്തിട്ടുണ്ട്. കാരണം ലഘുലേഖകൾ അവിടെ നിന്ന് അച്ചടിക്കുന്നുണ്ട്. ഈ അച്ചടിച്ച പ്രസിന്റെ പേരോ അല്ലെങ്കിൽ ആരാണോ അച്ചടിച്ചതെന്നുള്ള വിവരങ്ങളൊന്നുമില്ലാതെ ലഘുലേഖകൾ പാറി പറക്കുന്നു. അതുകൊണ്ട് നാട്ടിലുള്ള മുഴുവൻ പ്രസ്സുകളും റെയ്ഡ് ചെയ്ത കാലഘട്ടമൊക്കെ നമ്മൾ 3-4 പതിറ്റാണ്ടുകൾക്ക് മുന്നേ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇന്റർനെറ്റിന്റെ വകഭേദം വരാൻ നേരത്തെ ഇത് വേറൊരു രീതിയിലേക്ക് എത്തുമെന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ നേരത്തെ പ്രസിന്റെ അവസ്ഥയുമായി താരതമ്യം ചെയ്തു നോക്കാൻ നേരത്ത് അവിടെ ഒരു വരി പ്രസിലേക്ക് ചെന്നാൽ ഇതൊക്കെ പ്രിന്റ് ചെയ്ത് കിട്ടുമെങ്കിൽ ഇവിടെ അവനവന്റെ മൊബൈൽ ഫോണിലും അവനവന്റെ കമ്പ്യൂട്ടറിലും ഇതെല്ലാം സാധ്യമാണ്. രണ്ടാമത് നേരത്തെ രേണുക പറഞ്ഞ ചോദ്യത്തിലേക്ക് വരാം. ഇന്ന് ഇന്ത്യ വിഷന്റെ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു വക്രീകരിച്ച വാർത്ത പോകുന്നു, അത് നിങ്ങൾക്ക് ഉത്തരവാദിത്വം വരുന്നു. ഇതൊക്കെ പറയുമ്പോൾ 100-110 കോടി ജനങ്ങൾ ഇരിക്കുന്ന ജനസംഖ്യ ഉള്ള ഒരു സ്ഥലമാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. അവിടെ ജനതയുടെ ഒരു കൃത്യമായ പരിശോധന തന്നെയുണ്ട്. ഇത്തരത്തിലെ കാര്യങ്ങളെല്ലാം അവിടെ സ്വാഭാവികമാണ്. പിന്നെ എങ്ങനെ അതിനെ നമുക്ക് പിടിച്ചു നിർത്താം എന്നുള്ളത് വളരെ കൃത്യമായി അതിനെ ട്രാക്ക് ചെയ്യുകയും അതിനെ അബ്യൂസ് ആണെന്ന് റിപ്പോർട്ട് ചെയ്യുകയും അതിന് വേണ്ട നടപടികൾ എടുക്കാൻ അതാത് ഫേസ്ബുക്ക് ആയാലും ബ്ലോഗ് ആയാലും അതാത് നെറ്റ്വർക്കിനുള്ളിൽ തന്നെ അത് കുഴപ്പം പിടിച്ചതാണെന്നോ അല്ലെങ്കിൽ അബ്യൂസ് ആണെന്നോ അല്ലെങ്കിൽ അത് വൾഗർ ഉണ്ടാക്കുന്നതാണെന്നോ ഒക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ള മെത്തേഡുകൾ അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ അതിനുള്ളിൽ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് എത്രമാത്രം ഫലവത്താണെന്നുള്ളതും അതിനി എത്രമാത്രം ഫലവത്താക്കണമെന്നുള്ളതും രണ്ടാമത്തെ ചോദ്യം. പക്ഷെ ഇതിനെയൊക്കെ നമുക്ക് വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം. സുനി എന്ന ഒരു പ്രേക്ഷകൻ പത്തനംതിട്ടയിൽ നിന്നും. പറഞ്ഞുകൊള്ളൂ സുനി. ഹലോ, പറഞ്ഞുകൊള്ളൂ താങ്കളുടെ അഭിപ്രായം. ഈ നവദൃശ്യ മാധ്യമങ്ങള് നമ്മൾ ഉൾക്കൊള്ളുന്നത് കുട്ടികള്, സ്ത്രീകള്, ചെറുപ്പക്കാരടക്കം ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ അറിയാത്തവര് ഇത് ഉപയോഗിക്കുന്നതിനെ നമ്മൾ തടയാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ ഈ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടുന്നവർ, അതായത് ഇതിന്റെ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്നവരെ ശിക്ഷിക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. അവര് ശിക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോയി ജാമ്യം കൊടുക്കുക, തിരിച്ചിറക്കി വിടുക എന്ന സിസ്റ്റം അല്ല. അവരെ ശിക്ഷ അവർക്ക് ഉണ്ടാവണം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വളരെ നന്ദി വിളിച്ചതിന്. ശ്രീമതി ദിവ്യ, നമ്മൾ 3Gയിലെ പുതിയ സാങ്കേതിക വിദ്യയിലെ പുതിയ സംവിധാനങ്ങൾ തേടി ആളുകൾ പായുകയാണ്. ആ ഒരു സാഹചര്യത്തിലും ഇപ്പോൾ ദിവ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദൃശ്യം എന്ന ഒരു ചിത്രം ഇറങ്ങി. അതിൽ ഒരു കുട്ടിയുടെ ഒരു ദൃശ്യം എടുത്ത ആ ഒരു സംഭവം മറച്ചുവെക്കാൻ അതിലും വലിയ ഒരു ക്രൈം അവർ ചെയ്യുന്നു എന്നാണ് ആ ചിത്രത്തിൽ ചിത്രീകരിക്കപ്പെടുന്നത്. നമ്മളുടെ സാങ്കേതിക വിദ്യയ്ക്ക് അനുസരിച്ച് നമ്മളുടെ മാധ്യമങ്ങൾ ജീവിതത്തെ കാണുന്നതിനും ചിത്രീകരിക്കുന്നതിലും പോലും യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ആ ചിന്താഗതികൾ സാങ്കേതിക വിദ്യയ്ക്കൊപ്പം വളരാത്തതും വലിയൊരു പ്രശ്നം തന്നെയല്ലേ? സത്യമായിട്ട് അപ്പം അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ ടെക്നോളജി വളരെയധികം വളരുകയും എന്നാൽ അതിനനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടിൽ പ്രത്യേകിച്ച് സ്ത്രീകളോടും സദാചാരത്തിനോടും സ്ത്രീയുടെ മൊറാലിറ്റിയോടുള്ള കാഴ്ചപ്പാട് നമ്മൾ ഇതുവരെ മാറ്റം വരുത്തിയിട്ടില്ല. ഇത്രത്തോളം ആധുനിക സാങ്കേതിക വിദ്യകൾ വികസിച്ച് കഴിഞ്ഞിട്ടും ഇത്രത്തോളം നമ്മളൊരു ബന്ധങ്ങൾ, ഇപ്പോൾ ഫേസ്ബുക്ക് പോലെയുള്ള മാധ്യമങ്ങളാണെങ്കിൽ ആൺപെൺ ബന്ധങ്ങൾ വളരെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ പോലും എന്നാൽ പോലും സ്ത്രീയെ സംബന്ധിക്കുന്ന സദാചാരം അതിൽ നമ്മൾ ഒരു മാറ്റവും ഇന്നുവരെ വരുത്താൻ പറ്റിയിട്ടില്ല. അതാണ് നേരത്തെ പറഞ്ഞ ദൃശ്യം എന്ന സിനിമയിൽ പറയുന്നത്. ഒരു പെൺകുട്ടിയുടെ ശരീരം അത് അവൾ അറിയാതെ, അവൾ വസ്ത്രം മാറുമ്പോൾ അറിയാതെ പകർത്തി അവളുടെ ഒരു ശരീരം മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ അവളുടെ ജീവിതം തകർന്നു, അവരുടെ ഭാവി തകർന്നു. അവളെ പിന്നെ ഒന്നുകിൽ ആത്മഹത്യ അല്ലെങ്കിൽ അവനെ കൊല്ലുക, ഈ 2 വഴി അവളുടെ മുന്നിലുള്ളൂ എന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു ചലച്ചിത്രം പോലും അതാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ഇതുവരെ മാറ്റം വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ സാങ്കേതിക വിദ്യകൾ എന്ന് പറയുന്നത് വളരെയധികം വളർന്നു പോവുകയും ചെയ്തു. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു പ്രപ്പോർഷൻ ശരിയാവുന്നില്ല. അതിന്റെ ഒരു പ്രത്യാഘാതങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. നമ്മുടെയൊക്കെ മാനസിക ഘടനയിൽ ആദ്യം മാറ്റം വരുത്തുള്ളൂ. അതിനുശേഷം മാത്രമേ നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ഈ സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റ് പോലുള്ള കാര്യങ്ങളിൽ നേരത്തെ ഒരാൾ സൂചിപ്പിച്ച പോലെ തന്നെ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഈ അനുഭവങ്ങൾ തരുന്ന ഒരു പാടെന്ന് പറയുന്നത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നവമാധ്യമങ്ങൾ വ്യക്തിഹത്യാവേദിയാകുന്നു എന്നാണ് വോട്ട് ടോക്ക് ഇന്ന് ചർച്ച ചെയ്തത്. ഓൺലൈനിലൂടെ അഭിപ്രായം രേഖപ്പെടുത്തിയവരിൽ 79% അതേ എന്ന് അഭിപ്രായം പറയുന്നു. വളരെ നന്ദി VK ആദർശ്, കുഞ്ഞുമൊയ്തീൻ കുട്ടി, ഒപ്പം തന്നെ ദിവ്യ ചർച്ചയിൽ പങ്കെടുത്തതിന്. വോട്ട് ടോക്ക് മറ്റൊരു വിഷയവുമായി നാളെ. നമസ്കാരം.